ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. ചിന്നി ചിന്നി പെയ്യും മഴയിൽ തെന്നി തെന്നി വരും കുളിരിൽ കാറ്റിലലിയും കൈതപ്പൂവിന്റെ ചോട്ടിലെത്തുന്ന ശലഭം. ചിന്നി ചിന്നി പെയ്യും മഴയിൽ തെന്നി തെന്നി വരും കുളിരിൽ കാറ്റിലലിയും കൈതപ്പൂവിന്റെ ചോട്ടിലെത്തുന്ന ശലഭം. കുഞ്ഞുവിരൽ തുമ്പിൽ തൂങ്ങി മഴ നൂലിലുയലാടി നിറമേഴും തഴുകി ഒഴുകിയണയും പ്രണയമൊഴിയുമായി. ചിന്നി ചിന്നി പെയ്യും മഴയിൽ തെന്നി തെന്നി വരും കുളിര് കാറ്റിലലിയും കൈതപ്പൂവിന്റെ ചോട്ടിലെത്തുന്ന ശലഭം. വാനവും ഇഴചേർന്ന സ്നേഹമായി മേഘവും വർഷവും സ്ഥിരമുറിഞ്ഞ പുഴയായി പുലരിയും സന്ധ്യയും ഹരിതശാന്തമായി പ്രണയത്തിൻ സൂര്യനും ഭൂമിയും ഇണയായലിയും ചോട്ടിലെത്തുന്ന ശലഭം. കുഞ്ഞുവിരൽ തുമ്പിൽ തൂങ്ങി മഴനൂലിലുയലാടി നിറമേഴും തഴുകി ഒഴുകിയണയും പ്രണയമൊഴിയുമായി. ചിന്നി ചിന്നി പെയ്യും മഴയിൽ തെന്നി തെന്നി വരും കുളിരിൽ കാറ്റിലലിയും കൈതപ്പൂവിന്റെ ചോട്ടിലെത്തുന്ന ശലഭം.
ഇതെന്താ പവിത്ര മാഷെ പുതിയ പരിപാടി? രണ്ടാളും കൂടി സൈക്കിളില്? ഒരു മാറ്റം വേണം തോന്നി. ജീവിതം അങ്ങനെയാണല്ലോ. പരിമിതികൾ തിരിച്ചറിയുമ്പോൾ ആളുകൾ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മാറാത്ത ഒന്നേ ഉള്ളൂ മാറ്റം എന്ന് കാർൽ മാർക്സും പറഞ്ഞിട്ടുണ്ടല്ലോ. കാർൽ മാർക്സ് ഇതെപ്പോ പറഞ്ഞു? കാർൽ മാർക്സ് രാവിലെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞത് മാർക്സ് ആയതുകൊണ്ട് ഞാനത് അപ്പം തന്നെ ബൈഹാർട്ടാക്കി. ഹൈസ്കൂൾ അധ്യാപകനാണ്, ഒന്നും അറിഞ്ഞൂടാ. ആ പവിത്ര മാഷേ, മാഷ് എനിക്ക് നല്ലൊരു തുക നഷ്ടപരിഹാരം തരേണ്ടി വരും. നഷ്ടപരിഹാരം എന്തിന്? പാടം തരിശാക്കിയിടരുത്, ജൈവ നെൽകൃഷി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മാഷ് പിരികേറ്റിട്ടല്ലേ ഞാൻ 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. ഇപ്പൊ എന്തായി? മഴയും ഇല്ല, ഒരു തേങ്ങയില്ല, ഒക്കെ കരിയാറായി. ആണോ? അപ്പൊ തീർച്ചയായും മാഷ് നഷ്ടപരിഹാരം കൊടുക്കണം. ആ മരങ്ങൾ മുഴുവൻ വെട്ടി, കാട് മുഴുവൻ നശിപ്പിച്ചു, പിന്നെ എങ്ങനെ മഴയുണ്ടാവും? മരം വെട്ടിയതും കാട് നശിപ്പിച്ചത് ഞാനാണോ? മാഷേ, വൻ തുക കൈക്കൂലി വാങ്ങി പശ്ചിമഘട്ടം മുഴുവൻ ആയിരക്കണക്കിന് ക്വാറികൾക്ക് അനുമതി കൊടുത്തു. പല പല പാർട്ടികളും മാറി മാറി ഈ നാട് ഭരിച്ച് തൊലച്ചു. പത്രോസ് മാഷിനുണ്ടല്ലോ ഒരു പാർട്ടി. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാത്ത, പ്രകൃതിയെ സംരക്ഷിക്കാത്ത വങ്കന്മാരാണ് ഇത്രയും കാലം ഈ നാട് ഭരിച്ചത്. വെള്ളമില്ലാഞ്ഞിട്ട് കഴിഞ്ഞ ജനുവരിയിൽ ഒരു ബോർവെല് കുഴിച്ചു. ഇപ്പൊ അതിന് കിട്ടുന്നത് അയൺ കണ്ടന്റ് വളരെ കൂടിയ വെള്ളമാ. അതിന് റിവേഴ്സ് ഓസ്മോസിസ് ഉള്ള ഒരു വാട്ടർ പ്യൂരിഫയർ വെച്ചാൽ മതി. ഞങ്ങളുടെ വീട്ടിലുണ്ട്, നല്ല ശുദ്ധ വെള്ളം കിട്ടും. അതിനെന്ത് വില വരും ടീച്ചറെ? ഒരു 20,000-ഓളം. അയ്യോ, പവിത്ര മാഷക്കും ആന ടീച്ചർക്ക് കുഞ്ഞുട്ടി പരാതികളൊന്നുമില്ലല്ലോ. ഈ തുകയൊക്കെ അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. വിഷവെള്ളം കുടിച്ച് രോഗം വന്നാൽ സ്വത്തെല്ലാം വിറ്റ് ആശുപത്രിയിൽ കൊടുക്കുമ്പോ പഠിക്കും. എന്റെ കണ്ണുകൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ഇപ്പൊ ബോധ്യായി. ഞാൻ നമ്മുടെ വായനശാലയുടെ അടുത്ത് നിൽക്കുമ്പോ ദൂരെ കൂടെ ഒരു പുരുഷനും സ്ത്രീ സൈക്കിളിൽ പോണത് കണ്ടു. അത് നമ്മുടെ പവിത്രമാഷു ആനി ടീച്ചർ ആണോന്നൊരു സംശയം. വെളിയിൽ സൈക്കിൾ കണ്ടപ്പോ എനിക്ക് തെറ്റിയില്ല എന്ന് മനസ്സിലായി. പഴയ സൈക്കിളാ, ഇടയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ തുരുപെടുത്തു. അതൊന്നുമല്ല കാര്യം. ഏതൊന്നുമല്ല. ആ എത്മാഷ് എന്ന് കാണേണ്ട കാര്യമുണ്ട്. ഈ സൈക്കിളിന്റെ പുറകെ ഒരു കഥയുണ്ടല്ലോ. ചില കാര്യങ്ങളിൽ എന്റെ മാഷൊരു ചമ്മൽ വീരനാ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു സൈക്കിളിലാണ് നാട്ടിൽ നിന്ന് പോകുന്നത്. അതിന്റെ 30ാം വാർഷികമാണ് ഇന്ന്. അതിനാണ് എന്നെ പിടിച്ചു വലിച്ച് സൈക്കിൾ കയറ്റിയത്. മാഷ് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. എനിക്ക് നിങ്ങളെല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളാരും എനിക്ക് അന്യരല്ലല്ലോ. കുറെ വർഷമായില്ലേ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. മാഷിനോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. എന്താ ടീച്ചർ? ഒഴിവ് കിട്ടിയ അപ്പൊ യാത്രയാ, കൃഷി, അതിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. മിക്കപ്പോഴും ഞാൻ തനിച്ചായിരിക്കും. നൊന്ത് പറ്റാലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയുമോ എന്നൊന്നുമില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വളരെ നല്ല കാര്യം. ഒരു ലക്ഷ്യമില്ലാത്തതുപോലെയാ ഇപ്പൊ ഞങ്ങളുടെ ജീവിതം. ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ പഠിപ്പിക്കാം, വളർത്തി വലുതാക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ ചിലപ്പോ മാഷ് സമ്മതിച്ചാലോ? ലോകം നന്നാവണമെങ്കിൽ മതങ്ങൾ നശിക്കണം. ആർക്കു വേണ്ടിയാണ് മതം? എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യ വർഗത്തിന് വേണ്ടി. മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ഭീഷണിപ്പെടുത്തി അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നു. എന്നിട്ട് ഒരു പണിയെടുക്കാതെ അവർ സുഖലോലുപരായി ജീവിക്കുന്നു. മനുഷ്യകുലത്തിന്റെ ഏക ശത്രുവാണ് മതം. മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ മനുഷ്യർ ഒരു യുദ്ധത്തിലും കൊല്ലപ്പെട്ടിട്ടില്ല. മതമില്ലായിരുന്നെങ്കിൽ ശാസ്ത്രം 1000 വർഷം മുന്നിലെത്തിയത്. പിന്നെ ദൈവത്തിന്റെ കാര്യം. ദൈവത്തെപ്പറ്റി ജെറാൾഡ് റൂഡ് എന്ന് പറയുന്ന തത്വചിന്തകൻ പറഞ്ഞത്, ദൈവമുണ്ടോ എന്നെനിക്കറിയില്ല, ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ അന്തസ്സിന് ഏറ്റവും നല്ലത്. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് നിരപരാധികളായ ആളുകൾ യാതനകൾ അനുഭവിക്കുമ്പോൾ മരിച്ചു വീഴുമ്പോൾ അവിടെ എവിടെയെങ്കിലും ദൈവമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഇതെല്ലാം ആലോചിക്കുക, എന്നിട്ട് സ്വയം തീരുമാനമെടുക്കുക. മാഷേ, ഒന്ന് മാറിയടാ. മാഷൊന്നും വന്നേ. എന്താ? ഒന്ന് വാ മാഷേ. ഇത് ആരെങ്കിലും പറയാൻ പറഞ്ഞിട്ട് പറയുന്നതല്ല. പല കാര്യങ്ങൾക്കും മാഷിന്റെ വിവരമുണ്ട്. എന്നാ ചില കാര്യങ്ങളിലെ മാഷൊരു പൊട്ടന. എന്നെ ഉപദേശിക്കാൻ ഇവനാരടാ എന്ന് ചിലപ്പോ മാഷിന് തോന്നിയേക്കാം. എന്നാലും ഞാൻ ഉപദേശിക്കും. സ്വയം മതിപ്പ് തോന്നുമ്പോ ആർക്കും ആരെയും ഉപദേശിക്കാം. അതെ. ആദ്യം ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. എന്താണ് മാഷിന്റെ ജീവിത ലക്ഷ്യം? എനിക്കങ്ങനെ ലക്ഷ്യമൊന്നുമില്ല. ഇതാണ് മണ്ടത്തരം. ഈ നാട്ടിലെ ഓരോ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഓരോ ലക്ഷ്യം ഉണ്ടാവും. ഏതെങ്കിലും പട്ടി മാഷിനോട് അങ്ങനെ പറഞ്ഞു? തർക്കുത്തരം പറയല്ലേ മാഷെ. ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം അങ്ങോട്ട് പറയാം.
മാഷും ടീച്ചറും കൂടി ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക. ആ കുഞ്ഞിനെ പഠിപ്പിക്കുക, വളർത്തി വലുതാക്കുക. അപ്പോ ജീവിതത്തിന് പതുക്കെ പതുക്കെ ഒരു ലക്ഷ്യം ഉണ്ടായി വരും. ശരിയാണ് മാഷെ. ആ മാഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഓ മാഷ് എന്റെ കൂടെ ഒന്ന് വരൂ. എങ്ങോട്ട്? വാ പറയാം, വാ. എങ്ങോട്ടേ? ഇവിടെ സാറിത് എങ്ങോട്ടാ പോണേ? ഇത് മാഷ് മോനല്ലേ? അതെ. ബിജുക്കുട്ടൻ എന്നല്ലേ പേര്? ആ നല്ല പേര്. ഇവനെ ഞാൻ ദത്തെടുക്കണം. മാഷേ, അയ്യോ എന്റെ കുഞ്ഞ് മാഷൊന്നില്ലേ? മാഷൊന്നില്ലേ? നിങ്ങൾ ആളൊരു തീവ്രവാദിയാ. പറഞ്ഞതുപോലെ ചെയ്ത് കളയും. വഴിന്ന് മാറി നിൽക്കും. ഇല്ല, സത്യമായിട്ട് ഇനി നിങ്ങളെ ഞാൻ ഉപദേശിക്കില്ല. ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം. കുഞ്ഞിനെങ്കിതാ വാ മോനെ. മോൻ പേടിച്ചായിരുന്നോ? വാ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. അയ്യോ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് വേഗം മേലോട്ട് പോണോ അല്ലേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നാണമില്ലാത്ത മനുഷ്യൻ. വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിച്ചാരും ചത്തു പോകുന്നില്ല. അധികം സംസാരിക്കല്ലേ, നടക്കങ്ങോട്ട്. നടക്കാൻ. എന്താ പ്രസംഗം? ജലസ്രോതസ്, പ്രകൃതി സംരക്ഷണം, ജൈവ കൃഷി. എന്താ കാര്യം? പുകവലി ക്യാൻസർ ഉണ്ടാക്കുന്നുള്ള കാര്യം മാത്രം സൗകര്യപൂർവ്വം ഹരി, നീ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഇല്ല. ആരും കളഞ്ഞിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ തരില്ല. നടക്കങ്ങോട്ട്. പത്രോസ് മാഷിന്റെ കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇന്ന് ഞാൻ ശ്രമം നടത്തി. പക്ഷെ വിജയിച്ചില്ല. പവ്യേട്ടന്റെ ഈ തമാശ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. മറ്റുള്ളവരെ കളിയാക്കലാണ് ഏറ്റവും വലിയ സന്തോഷം അല്ലേ? പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? വർഷം ഇത്രയും കഴിഞ്ഞു. ആനി എന്റെ മോളല്ലേ, ഞാൻ ആനിയുടെ മോനും. നമുക്കിടയിൽ മറ്റൊരാൾ വേണം. നമുക്ക് ഇടയിൽ വേണ്ട. ആ കുട്ടി സെപ്പറേറ്റ് ആയിട്ട് വളർന്നോളും. ഇതാണ് ആനിയുടെ സെൻസ് ഓഫ് ഹ്യൂമർ. മണ്ണാങ്കട്ട. പവിയേട്ടാ, എഴുന്നേൽക്ക്. ആദ്യം കുറച്ച് ചായ, പിന്നെ വെള്ളം കുടിക്കാം. ശരീരത്തിലെ ടോക്സിൻസ് കളയാൻ വെറും വയറ്റില് 3 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞത് ആരാ? അത് ഞാൻ തന്നെ. അപ്പൊ കുടിക്ക്. എന്നാലും ആദ്യം കുറച്ച് കുടിക്കണം ചായ. പവി. അടുത്ത ഗ്ലാസ് തരാം. അടുത്ത ഗ്ലാസ് വൈകുന്നേരം കുടിച്ചാ പോരെ? വെറും വയറ്റില്. അന്നാ ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. ആഹാ, കവിത എഴുതാണോ? സ്കൂളിൽ പോണ്ടേ? ഒരാശയം തോന്നി, അപ്പൊ തന്നെ കുറിച്ചില്ലെങ്കിൽ മറക്കും. എന്നാ ഇത് കുടിച്ചു. എന്താ ഇത്? ജ്യൂസ്, പാഷൻ ഫ്രൂട്ടിന്റെ. കവിതക്ക് പ്രചോദനം തരുന്നത് നല്ല ചൂടുള്ള ഒരു ചായ ആയിരുന്നു. ചായ ചായ, എന്തിനും ഏതിനും ചായ. ഒന്നാമത് ഈ പാഷൻ ഫ്രൂട്ട് രുചിയില്ലാത്തൊരു സാധനം. രുചിയല്ല, ഗുണമാണ് നോക്കേണ്ടത് പവിയേട്ടൻ തന്നെയല്ലേ പറയാറ്. എന്നാ കുടിക്ക്. ഞാൻ പറയുന്നതല്ല, എനിക്ക് തന്നെ വിനയായിട്ട് വരികയാണ്. കുടിക്ക്. എന്തിനാ ചായ? ഇത് മതിയല്ലോ. സന്തോഷ്, ഇത് മുഴുവനും കഴിച്ചാൽ വേണമെങ്കിൽ ഒരു ദോശ തരാം. വലിയ ഉപകാരം. ഇതാണ് ബെന്യാമിന്റെ ആട് ജീവിതം. ഇത് ചാണകം കലക്കിയ വെള്ളമാണോ ടീച്ചറെ? അല്ല, ഇതാണ് ജീവാമൃതം. അതെന്ത് സാധനം?
നാടൻ പശുവിന്റെ ചാണകവും ഗോമൂത്രവും പയറുപൊടിയും ഒക്കെ കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു വളം. എന്തായാലും കാവിടുത്തം വളരെ മോശമാണ് ടീച്ചറെ. രാസവളവും കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി വിജയിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഗോപി അത് മാഷിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടു. ഇപ്പൊ തന്നെ പറയാലോ. മാഷേ, ഇത് ശരിയാവില്ല. നല്ലോണം കാപിടിക്കണമെങ്കിൽ രാസവളവും കീടനാശിനി ഉപയോഗിച്ചേ പറ്റൂ. മിണ്ടിപ്പോരുത്. തന്നെ പോലുള്ള ആളുകളാ ഇന്ത്യയിലെ മണ്ണ് നശിപ്പിച്ചത്, കൃഷി നശിപ്പിച്ചത്. ഞാനാ? ഹരിത വിപ്ലവം, മണ്ണാങ്കട്ട, ദീപക് സത്യയുടെ പുസ്തകങ്ങൾ വായിക്കണം. സുഭാഷ് പാലേക്കർ ആരാണെന്ന് അറിയണം. വിവരം കെട്ടവന്മാര് പോയിക്കോ എന്റെ മുമ്പ്. ടീച്ചർ അറിഞ്ഞോണ്ട് തന്നെ പീരങ്കിടത്തേക്ക് പറഞ്ഞു വിട്ടല്ലേ എന്നെ ചീത്തേപ്പിക്കാൻ. അതെ. പവിത്ര മാഷല്ലേ? ആ അതെ, മനസ്സിലായില്ല. ഞാനിവിടുത്തെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണറാ സേതുലക്ഷ്മി. മാഷ് ഇവിടെ ഉണ്ടെന്ന് വഴിയെന്ന് അറിഞ്ഞത്. വലിയൊരു കാര്യം തന്നെയാ മാഷും സുഹൃത്തുക്കളും ചേർന്ന് ചെയ്യുന്നത്. പൊതുവെ ഒരു അവയർനെസ് ആളുകൾക്കുണ്ടായിട്ടുണ്ട്. അഭിനന്ദനം അറിയിക്കണമെന്ന് തോന്നി. താങ്ക്സ്. പണമുണ്ടാക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരാണ് ശരിക്കുള്ള കൊലയാളികൾ. തൂൺ മുളക്കുന്ന പോലെയല്ലേ പുതിയ പുതിയ ആശുപത്രികൾ വരുന്നത്. ശരിയാണ്. ഈ മേഖലയിൽ എനിക്കും കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതിന് മാഷിന്റെ സഹകരണം വേണം. തീർച്ചയായും. എങ്കിൽ പിന്നെ കാണാം. ഓ ശരി. ശരി. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറാ, അവര് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാൻ വിവരം കെട്ടവനായതുകൊണ്ട് ഒന്നും കേട്ടില്ലേ. വിവരക്കേടിന്റെ കൂടെ ചെവിയും പൊട്ടിപ്പോയ. என்கிட்ட கோபமா? நான் கேட்டது கொடுக்க மாட்டேயா? கொஞ்ச நாளா எனக்கு தூக்கமே இல்லை மணிமாவா. எப்போ இன்னொரு நினப்பு தான். ஏன் வாழைக்கிழமை கூப்பிட சொல்லிட்டு கூப்பிடல. அன்னைக்கு நான் சாப்பாடும் இல்லை, தூக்கம் வரல, ஒரே வருத்தமா போச்சு. உனக்கு என்ன வேணும் சொல்ல. மேட்டுப்பாளத்துல வீடு கட்டி கொடுக்கட்டுமா? கண்டிப்பா. என் கண்ணல்ல இந்த மாத்துக்குள்ள எனக்கு ஒரு முத்தம் கொடு. கொடமா. நான் முத்தம் தாட்டுமா? മുതലാളി! അടച്ചിട്ടേക്കണം മുതലുകട. അയ്യോ, ഇത് വഴിയോടാ. മുതലാളി, മുതലാളി എന്തിനാ ഓടിയത്? നീ എന്നെ വെട്ടാൻ മതിയെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഞാനവിടെ തേങ്ങ ഒതുക്കിയല്ലായിരുന്നു മുതലാളി. ഓ അത് ശരി. അപ്പോഴല്ലേ വാളയാറിന് മുൻഷാമിയുടെ ഫോൺ കോൾ വന്നത്. കുറെ നേരമായി മുതലാളി വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അത് ശരി. ഏത് നേരം പെണ്ണുങ്ങളോട് ശൃംഗരിച്ചോണ്ടിരുന്ന എങ്ങനെ വിളിച്ചാ കിട്ടാനാ? പതുക്കെ പറടാ കഴുതേ. മുതലാളി, നമ്മുടെ പച്ചക്കറി ലോറി ആരോ പിടിച്ചെന്ന്. അയ്യോ, എവിടെ വെച്ച? ദാ സംസാരിക്കും. എന്നാച്ച മുനിച്ചാമി? അയ്യോ கடவுளே, செக் போஸ்ட் வழி வரக்கூடாது நான் சொல்லில்லையா? என்ன நான் சொன்ன வழி வந்தப்பதான் பிடிச்சதா? அது யார் பிடிச்சது? என்ன ஹரித சேனாவா? ஓ அது சரி, ஹரித சேனா. புரிஞ்சு போச்சு. அது பரவாயில்ல, நான் பாத்துக்கிறேன். എന്താ മുതലാളി? അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ. പെട്ടെന്നെങ്കിലും മുതലാളി കപ്പലിലെത്തിയേ? ഒരു മിനിറ്റ്. ഇപ്പൊ വരാം. മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഹരിതസേനയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു സാർ. നന്നായി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് സാർ. ഇപ്പൊ തന്നെ ഹരിതസേനയില് 20,000-ഓളം അംഗങ്ങളുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമടിച്ച പച്ചക്കറിയും അരിയും ഒക്കെ ബോർഡറിൽ വെച്ച് തന്നെ പിടിച്ച് വണ്ടികൾ തിരിച്ചു വിടുകയാണ്. അത് തന്നെയാ പറഞ്ഞത്. ഹരിതസേന നന്നായിട്ടല്ല പോകുന്നത്. അത് 4 ലോറികൾ എന്റേതായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എന്തൊരു പാവം. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല സാർ. ഈ വാളയാർ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തോട്ടൊരു ചെറിയ റോഡുണ്ടായിരുന്നു. അതുവഴി പോയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അതുവഴി പോയപ്പോഴാ പിടിച്ചത്. ഓക്കെ ഓക്കെ, ഇപ്പൊ പിടികിട്ടി. ഹരിതസേനക്കാർ എന്നോട് പറഞ്ഞിരുന്നു സാറൊരു കുറുക്കനായതുകൊണ്ട് ഊടുവഴി തേടാൻ ഇടയുണ്ടെന്ന്. അല്ലാതെ മാസ്റ്റർ പറഞ്ഞു കൊടുത്തതല്ല. പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ
വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും എന്നല്ലേ അതിനർത്ഥം? അങ്ങനെയും വ്യാഖ്യാനിക്കാവുന്നതാണ്. ഞാൻ മാനേജറായിട്ടുള്ള സ്കൂളിലെ മാസ്റ്ററല്ലേ നിങ്ങള്? നിങ്ങൾക്ക് ആ പണി ചെയ്താ പോരെ? ഞാൻ മാസ്റ്ററായിട്ടുള്ള സ്കൂളിന്റെ മാനേജറിലെ സാറിന് ആ പണി ചെയ്താ പോരെ? ഞാൻ ഇന്നോ ഇന്നലെ തുടങ്ങിയ ബിസിനസ് അല്ലത്. ഇന്നലെ ചെയ്ത തെറ്റാണ് ഇന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റല്ലാതാവുന്നില്ല. തെറ്റും ശരി നോക്കാൻ ഇവിടെ സർക്കാരില്ലടോ. അതുള്ളതും ഇല്ലാത്തതും കണക്കാ. ഓ, സാറിനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ മലയാളികൾ ഇങ്ങനെ വിഷം കൊടുത്ത് കൊല്ലരുതെന്ന്. കേട്ടില്ല. ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ ജൈവനെല്ലും പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, ആളുകളെ വെച്ച് ഞാൻ അവിടെ കൊണ്ട് എൻഡോസൾഫാൻ കോരി ഒഴിക്കും. വളരെ നന്ദിയുണ്ട് സാർ. സാർ ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന അറിയാവുന്നതുകൊണ്ട് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസിന് ഇതിൽ കൂടുതൽ തെളിവെന്നിട്ട് തമാശ കളിക്കല്ലേ? സീരിയസ് ആയിട്ടേ കളിക്കും. ആനെ, ഒരു കാര്യത്തിൽ എനിക്ക് ആനിയുടെ അഭിപ്രായം അറിയണം. ഒരു തെറ്റ് പറ്റിയാൽ ക്ഷമ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ആർക്കാ തെറ്റ് പറ്റി? ആർക്കായാലും ക്ഷമ ചോദിക്കുന്നതല്ല എന്റെ ശരി. അത് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? വലിയ തെറ്റാണെങ്കിൽ ക്ഷമ ചോദിച്ചാൽ മാത്രം പോരാ, കാല് പിടിച്ച് മാപ്പ് പറയണം. അതറിഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ വരുന്ന ഞായറാഴ്ച നമുക്കൊരു സ്ഥലം വരെ പോണം. നമുക്കെന്ന് വെച്ചാ? എനിക്കും നിനക്കും. എവിടേക്ക്? ആനി, വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വീട്ടുകാരോട് നമ്മൾ തെറ്റ് ചെയ്തു. അവരുടെ ഇഷ്ടം നോക്കാതെ നീ എന്റെ കൂടെ വന്നു. ഓഹോ, അത് ശരി. എന്റെ വീട്ടുകാരോട് ക്ഷമ ചോദിക്കാൻ പോണെന്നാണ് ഈ വളച്ചു കെട്ടി പറഞ്ഞു വരുന്നത്. അത് വേണ്ട. മാത്രമല്ല, തെറ്റിയത് നമ്മളല്ല, അവരാണ്. അന്യമതസ്ഥനെ സ്നേഹിച്ചതിന് എന്നെ ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ചു. നിവർത്തികേടുകൊണ്ടല്ലേ നമ്മൾ ഒളിച്ചോടിയത്. അതൊക്കെ 30 വർഷം മുമ്പുള്ള കാര്യമില്ല ആനി. 30 വർഷമല്ല, 300 വർഷം കഴിഞ്ഞാലും എനിക്ക് അതൊന്നും മറക്കാനാവില്ല. ആനിയുടെ ചേട്ടന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചതായിട്ട് അറിഞ്ഞു. അപ്പോഴാണ് ഒന്നവിടെ പോയാലോ എന്നൊരു ആലോചന ഉണ്ടായത്. പവിയേട്ടാ, നമ്മൾ എവിടെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും അവരാരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അവരെ പറ്റി നമ്മൾ അന്വേഷിച്ചില്ലല്ലോ. എനിക്കില്ലാത്ത സ്നേഹം പവിയേട്ടൻ അവരോട് വേണ്ട. അവിടെ ചെന്ന് അപമാനിക്കപ്പെടാൻ മോഹമുണ്ടോ? ഫ്ലൈറ്റ് വൈകുന്നേരം 7 മണിക്കാണ്. അവര് ഒരു 9 മണിയാകുമ്പോ ഹോട്ടലിലെത്തും. അതിനു മുമ്പ് ഞാൻ എത്തും. എല്ലാം ഗ്രാൻഡ് ആയിരിക്കണം. അന്യ നാട്ടുകാരാ, നാണം കെടുത്തരുത്. മോനയച്ച റെസിപ്പീസ് ഒക്കെ കിട്ടിയില്ലേ? കോണ്ടിനെന്റൽ, ചൈനീസ്, പിന്നെ ട്രഡീഷണൽ ഇന്ത്യൻ ഫുഡും കരുതിക്കോ. ഏതെങ്കിലും ചിലത് അവർക്ക് ഇഷ്ടപ്പെട്ടാലോ? അതിനേക്കാളൊക്കെ പ്രധാനം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റാലിറ്റി. നമ്മുടെ രാജ്യത്തെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഓർമ്മ വേണം. ആ വർക്കേ, ഷാമിയുടെ പണിയപ്പോ തീരും? അത് ഉച്ചയ്ക്ക് മുമ്പ് തീരും സാറേ. ആ, ഒന്നിങ്ങ് വന്നേ. അത് മോളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപ്പച്ചന്റെ അനിയത്തിയും ഭർത്താവും.
കൃഷിയെ പറ്റിയൊക്കെയുള്ള മാഷയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും അഭിമാനം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ വലിയ മനസ്സ്, എല്ലാ ദേഷ്യവും മറന്ന് ഇവിടേക്ക് വരാനുള്ള മനസ്സ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. വാ, അകത്തോട്ടിരിക്കാം. ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ ചേച്ചി? 2 ദിവസം കഴിഞ്ഞ് ഇവളുടെ കല്യാണം. ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഈ സമയത്ത് വരാൻ തോന്നിയത് കർത്താവിന്റെ കാരണമല്ലാതെ വേറെ എന്താ പറയാ. എപ്പോഴും ഓർമ്മിക്കും, ചാവുന്നതിന് മുമ്പ് കാണാൻ കഴിയുമെന്ന് ആലോചിക്കുകയായിരുന്നു. സത്യത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നറിയാതെ ഭയന്നാണ് വന്നത്. ഇപ്പോഴാണ് മനസ്സൊന്ന് തണുത്തത്. കാലം എല്ലാ മുറിവുകളും ഉണക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. എപ്പോഴാ ചേച്ചി മോളുടെ കല്യാണം? അടുത്ത ബുധനാഴ്ച. ഇവള് ലണ്ടനിലെ MBA ചെയ്തത്. പറയുമ്പോ എല്ലാം പറയണല്ലോ. അവിടെ വെച്ചൊരു ഇറാങ്കാരൻ പയ്യൻ പ്രപ്പോസ് ചെയ്തു. ഇവള് സമ്മതിക്കുകയും ചെയ്തു. സ്വന്തം മകൾ ഒരു മുസ്ലിം പയ്യനെ കെട്ടുന്നത് സമ്മതിച്ച എനിക്ക് ആനയുടെ കാര്യം ഓർക്കുമ്പോ വല്ലാത്ത കുറ്റബോധമുണ്ട്. എനിക്ക് ഡെസ്റ്റിനിയിൽ വിശ്വാസമുണ്ട്. പല തീരുമാനങ്ങളും നമ്മളാണ് എടുക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതാണ് മൂത്ത മകൻ ജിത്തു. ഇവൻ ഡൽഹിയിൽ എന്തൊക്കെ ചെയ്യാ. നിനക്ക് മനസ്സിലായോ? വിചാരിക്കുന്ന ആളാണെന്നൊരു സംശയം പഴയ ഫോട്ടോയിൽ കണ്ട. അതന്നെ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാവൂ. ഇവിടെ വെച്ച് തന്നെ കല്യാണം. നാട്ടുകാരെയും ബന്ധുക്കളൊക്കെ വിളിച്ചിട്ടുണ്ട്. ചടങ്ങുകളൊന്നുമില്ലാതെ ചെറിയൊരു ചടങ്ങ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ഒരു സൈക്കിളായിരുന്നല്ലോ ഞങ്ങളുടെ കല്യാണം. എന്റെ നാടിനും നാട്ടുകാർക്കും ഞാൻ ഈ സേവനം സമർപ്പിക്കുന്നു. അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും മാത്രമാണ് എന്റെ ആനന്ദം കുടികൊള്ളുന്നത്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഈ മാസം 29-ന് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ധാരാളം പ്രതിഭാശാലികളായ കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് തെളിയിക്കാനുള്ള സന്ദർഭം നമ്മൾ ഉപയോഗിക്കണം. പതിവ് പോലെ സംസ്ഥാന കലോത്സവത്തിലും നമ്മുടെ സ്കൂളിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് എല്ലാവരും ഓർക്കണം. അസംബ്ലി ഡിസ്പേഴ്സ്. 200 മില്ലി ഷാംപൂ, 1 ലിറ്റർ റിഫൈൻഡ് ഓയിൽ, 1/2 ലിറ്റർ പാൽ, പിന്നെ 1 കിലോ പാൽപ്പൊടി, യൂറിയ, പഞ്ചസാര, സാന്ദ്രത നിലനിർത്താൻ കാർബോക്സിൻ മീഥൈൽ സെല്ലുലോസ്, CMC എന്ന് ചുരുക്കി പറയും. കേടാകാതിരിക്കാൻ കാസ്റ്റിക് സോഡ, പിന്നെ 15 ലിറ്റർ വെള്ളം. 10 മിനിറ്റ് കൊണ്ട് 20 ലിറ്റർ പാല് റെഡി. അടിപൊളി. ഈ പാല് 6 കണ്ടെയ്നറാണ് ഒരു ദിവസം എറണാകുളത്ത് വിറ്റഴിക്കുന്നത്. ഇതിന് ചെലവെത്ര വരവെത്ര? ചെലവിന്റെ നേരെ ഇരട്ടിയാണ് വരവ്. ഈ യൂറിയ സോഡാപ്പൊടിയൊക്കെ ശരീരത്തിന് നല്ലതാണ്. അതിന് നമ്മളാരും ഇത് കുടിക്കുന്നില്ലല്ലോ. മുതലാളി, ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന 70% പാലും വ്യാജനാണ്. എന്തിന്? നമ്മുടെ സർക്കാരിന്റെ മേന്മ പാല് പോലും എന്തൊക്കെയോ പൊടികളിക്ക് ഉണ്ടാക്കുന്നതല്ലേ. ഇക്കാര്യം മേന്മയുടെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോ അങ്ങേര് പറയാ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും പാല് കുടിക്കണമെന്ന്. ഇത്രയും പശുക്കൾ എവിടെയാ? എങ്ങനെയുണ്ട്? സർക്കാർ ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഈ പാല് വിറ്റ് കോടീശ്വരന്മാരായവരുടെ ലിസ്റ്റ് കണ്ടാൽ മുതലാളി ഞെട്ടിപ്പോകും. കർത്താവേ, നീ തന്നെ തൊണ. നമസ്കാരം പക്ഷേ. അബുക്ക നമസ്കാരം. അല്ല, പവിത്ര മാഷിനെ കണ്ടിട്ട് കുറെ കാലായില്ല. അബുക്കല്ലേ കാണാത്തത്? റിയൽ എസ്റ്റേറ്റ് രംഗത്താണെന്ന് അറിഞ്ഞിരുന്നു.
എല്ലാം പൊളിഞ്ഞില്ലേ മാഷെ? ആർക്കും വിൽക്കാൻ പറ്റുന്നില്ല, വാങ്ങാനും പറ്റുന്നില്ല. വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയായി കട തുടങ്ങിയത്. പുതിയൊരു പാൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എങ്ങനെയുണ്ട് അതിന്റെ കച്ചവടം? തരക്കേടില്ല, പാല് നല്ല പാലാ. നന്നാവും. മാത്തുക്കുട്ടി മുതലാളിയുടെ പാലല്ലേ? ഒരു 2 പാക്കറ്റ് എടുത്തോളൂ. ശരി. അബൂക്ക നല്ല മനുഷ്യനാണെന്നറിയാം, അതുകൊണ്ട് പറയാണ്, ഈ പാല് കച്ചവടം ഇന്ന് നിർത്തിക്കുക. എന്തു പറ്റി മാഷേ? ഒന്നും പറ്റാതിരിക്കാനാണ് നേരത്തെ പറയുന്നത്. മാത്തുക്കുട്ടി മുതലാളി എത്ര പശുക്കളെ വളർത്തുന്നുണ്ട് അന്വേഷിച്ചോ? പശുക്കളില്ലെങ്കിൽ ഈ പാല് എവിടെ നിന്ന് വരുന്നു അന്വേഷിച്ചോ? മാത്തുക്കുട്ടിയുടെ പൂർവ്വകാല ചരിത്രം അബൂക്കയ്ക്ക് അറിയില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. ഈ പാല് എനിക്ക് കുടിക്കാനല്ല, ലാബിൽ പരിശോധനയ്ക്ക് അയക്കാനാ. കടയിൽ റെയ്ഡ് വരുന്നതിന് മുമ്പ് പാല് കച്ചവടം നിർത്തിക്കോ, ഇല്ലെങ്കിൽ അകത്താകും. പ്രിയപ്പെട്ടവരെ, കലാമത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപക ദമ്പതികളായ പവിത്ര മാഷിന്റെയും ആനി ടീച്ചറുടെയും 30ാം വിവാഹ വാർഷികം. ആഘോഷമല്ല, ഒരു ഓർമ്മ പുതുക്കൽ മാത്രം. അനുരാഗത്തിന്റെ ആ ദിനങ്ങളിൽ പവിത്ര മാഷ് എഴുതിയ ഒരു കവിത ഇവിടെ ആനി ടീച്ചർ ആലപിക്കും. വരൂ ടീച്ചർ. ഈ
പവിയേട്ട ഇത്തവണയെങ്കിലും വാക്ക് പാലിക്കൂ. എന്ത്? നാളെ മടങ്ങി വരുന്നാ പറഞ്ഞ്. നാളെ തന്നെ വരണം. എനിക്ക് മനസ്സിലാവാത്തത് പവിയേട്ടൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഈ ജൈവകൃഷി പഠിക്കണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് വന്നൂടെ? 1000 പേരൊക്കെ ഉണ്ടാകും ക്ലാസ്സിൽ. അവരിങ്ങോട്ട് വന്നാൽ എവിടെ ഇരുത്തി പഠിപ്പിക്കും? എന്തോ ഈ ഇടയായിട്ട് പവിയേട്ടൻ തിരിച്ചു വരുന്നവരെ വല്ലാത്ത ആദ്യാ. പവിയേട്ടന് പഴയ ആരോഗ്യമൊന്നുമില്ല. എന്റെ കണ്ണിന്ന് മറിഞ്ഞാൽ ഉടനെ സിഗരറ്റ് വലിയും തുടങ്ങും. ഇല്ല അനി, ഞാൻ വലിക്കില്ല. ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കാം. പിന്നെ ഫോൺ ഓഫ് ചെയ്യരുത്. ക്ലാസ് നടക്കുമ്പോ ഫോൺ ഓഫ് ചെയ്യാതെ പറ്റില്ല. കഴിഞ്ഞാലുടൻ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. എന്റെ പൊന്നല്ലേ, പുക വലിക്കല്ലേ. പ്രോമിസ്. ഓട്ടെ. മാനേജർ ഇതിലൊപ്പിടും. ഇനി എല്ലാവർക്കും പുറത്തേക്ക് പോവാം. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇനി കോടതിയുടെ അറിയിപ്പ് കിട്ടിയിട്ട് വ്യാജപ്പാൽ ഉണ്ടാക്കിയാ മതി. വ്യാജപ്പാലോ? അയ്യോ മാഡം, ഞാൻ ഓഫീസിലോട്ട് വരാം. കാണേണ്ട പോലെ കണ്ടോളാം. അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ ആ കേസിന്റെ കൂടെ ഈ കേസും വരും. അയ്യോ, ടീച്ചറെ അവിടെ നിൽക്കും. അവിടേക്ക് ഞാൻ ജോലി പോവാം. എന്നാ ശരി.
ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സർ. ഒരു കാര്യമുണ്ട്, ഒന്ന് വരൂ. ഓ യെസ്. ആ ചെറുക്കനെ സാർ കണ്ടു? അവൻ ആരാണെന്നോ എവിടുത്തുകാരനാണെന്നോ എനിക്കറിയില്ല. ഇന്നലെ വീട് വരെ എന്റെ പുറകെ വന്നു. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ, നമ്മൾ സൂക്ഷിക്കണം. ഏതായാലും ടീച്ചർ വയ്ക്കും, ഇത് ഞാൻ നോക്കാം. ഹലോ, ടീച്ചറെ പോലീസ് വന്നിട്ടുണ്ട്, വരൂ. നമസ്കാരം സാർ. നമസ്കാരം. വരൂ, ഇരിക്കും. രാജു, 2-3 കസേര എടുത്തേ. വേണ്ട സാർ, ഇത് മതി. ഇതാണ് ആനി ടീച്ചർ. ഓ, പവിത്ര മാഷിന്റെ ഭാര്യയല്ലേ? മാഷി സ്ഥലത്തില്ലേ? ഇല്ല, പാലക്കാട് പോയി. ആ, ഇരിക്കും. ആ, ഇങ്ങ വാ. ഈ പയ്യൻ വയനാട്ടിലുള്ളതാ. പേരാനന്ദു. ടീച്ചറോടൊരു കാര്യം പറയാൻ വേണ്ടിയാ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ശ്രമിച്ചത്. പക്ഷേ ടീച്ചർ എങ്ങനെ പ്രതികരിക്കും, അതാണ് അവന്റെ ഭയം. അതുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ലെന്നാണ് അവൻ പറയുന്നത്. അതെന്താണാവോ ഇത്ര വലിയ കാര്യം? ഓക്കെ, ഇതിപ്പോ പോലീസ് സ്റ്റേഷനാണല്ലോ, ഇവിടെ ഭയപ്പെടാതെ പറയാം. എന്താ പേരെന്ന് പറഞ്ഞു? അനന്തു. പറഞ്ഞോളൂ അനന്തു. പറയൂ. അതെ, സത്യമാണോ അസത്യമാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവൻ പവിത്ര മാഷിന്റെ മകനാണെന്നാ പറയുന്നത്. അത് കൊള്ളാം. മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, മകൻ അച്ഛനെ തേടി വരുന്നത്. അതൊക്കെ കണ്ടിറങ്ങി പുറപ്പെട്ടതാണോ? ഇത്രയും വലിയ കഥാകൃത്താണെന്ന് ഇവനെ കണ്ടാ തോന്നിയില്ല. നാട്ടുകാർക്ക് മുഴുവൻ എത്രയോ കാലമായിട്ട് പവിത്ര മാഷ് അറിയാം. പിന്നെ എനിക്കും അറിയാവുന്നല്ലേ. ഇവൻ പറഞ്ഞ കാര്യം ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. എന്താ പ്രശ്നം എന്നറിയാം, പല പിള്ളേര് ഡ്രഗ്സിന് അടിമകളാ. ചിലപ്പോ പ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി പോകുന്നതായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ഇവന്റെ യഥാർത്ഥ പ്രോബ്ലം എന്താന്ന് വെച്ചാല് സാർ ഒന്ന് ശരിക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് അറിയാം. ഓക്കെ സാർ. നീ എന്തിനു പേടിക്കണം? ഞാനില്ലേ നിന്റെ കൂടെ. പോലീസ് സ്റ്റേഷനിൽ അപ്പൊ തന്നെ നിന്നെ പൊക്കി. മുതലാളി ആരാണെന്നാ നിന്റെ വിചാരം? കാലനാ കാലൻ. കാലൻ നിന്റെ തന്ത. മുതലാളിയെ ഞാനൊന്ന് പുകഴ്ത്തിയതല്ലേ. മുതലാളി കാലിന്റെ അത്ര ശക്തനാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും കാലൻ വിളിച്ചുള്ള പുകഴ്ത്തൽ വേണ്ട. ഡയറി ഫാം പൂട്ടിച്ചതിന് പിന്നിലും അത്യന്തി ആവാനേ വഴിയുള്ളൂ. കാണിച്ചു കൊടുക്കാൻ ഞാൻ നമ്മുടെ പാല് കുടിച്ചിട്ടേ ഒരുപാട് പേര് ഹോസ്പിറ്റലാന്നാ ഞാൻ അറിഞ്ഞത്. നല്ല കാര്യം. ഡോക്ടർമാർക്കും ജീവിക്കണ്ടേ? ഓ, കൂടുതൽ ചിലക്കാതെ നീ ചെല്ല്. അകത്ത് ഇന്നത്തെ ബിരിയാണി ബാക്കിയുള്ള എടുത്ത് ഇവന് കൊടുക്ക്. സാറാമ്മയോട് പറഞ്ഞ് ഇവനകത്തോണ്ട് വയറ് നിറച്ച് ബിരിയാണി കൊടുക്ക്.
ചെല്ലു മണി ചെല്ല്. നല്ല ചൂട് ബിരിയാണി തരാട്ടവാ. ആ പെണ്ണൊരു പണി കൊടുക്കണം. ടീച്ചറെ 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 ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നാലും എന്താണ് സംഭവം? മാഷിനെ മനഃപൂർവ്വം നാറ്റിക്കാൻ ആരെങ്കിലും ചേച്ചതാവാനേ സാധ്യതയുള്ളൂ. നാളെ വരാന്നും പറഞ്ഞ് പോയിട്ട് ദിവസം 4 ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. മാഷിനെ ഞാനും വിളിച്ചിരുന്നു. നമസ്കാരം സർ, വരൂ അകത്തിരിക്കാം. ഇരിക്കാമെന്നല്ല, മഹാനായ മാസ്റ്റർ സ്ഥലത്ത് എത്തിയോ? അല്ല, എത്തിയില്ലേലും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ മകൻ താമസിക്കാൻ വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അവന്റെ അച്ഛൻ്റെ ഒരു വീടുള്ളപ്പോ അങ്ങനെ ഒരു അവസ്ഥ അവന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എടാ മോനെ അനന്തു, ഇറങ്ങി വേടാ. പ്രതി നേരിട്ടാണല്ലോ ഹാജരായിരിക്കുന്നത്. ഏത് പ്രതി? അല്ല, മാത്തക്കുട്ടി മുതലാളിക്ക് ഇപ്പൊ ഇതാണോ പണി? എന്ത് പണി? അല്ല, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന പിള്ളേർക്ക് അച്ഛനെ ഉണ്ടാക്കി കൊടുക്കുന്ന പണി. അതെ, ഇതാണ് ഇപ്പൊ എന്റെ പണി. ഗോപിക്ക് ഇതൊരു അച്ഛനെ കിട്ടിയിട്ടില്ലെന്ന് അറിയാം. ഞാൻ അച്ഛനെ ഉണ്ടാക്കി തരട്ടെ. മുതലാളി ഒരു കാര്യം ചെയ്യും. അഖിലേന്ത്യാ തലത്തിൽ ഒരുപാട് പിള്ളേരുടെ രഹസ്യ അച്ഛനല്ലേ, അതൊക്കെ വെളിപ്പെടുത്തിയതിനു ശേഷം മറ്റുള്ളവർക്ക് അച്ഛനെ ഉണ്ടാക്കി. പവിയേട്ടനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിങ്ങനെയല്ല തീർക്കേണ്ടത്. അമ്മയ്ക്കൊരു തലച്ചിട്ടില്ലോലെ ആശുപത്രിയിൽ പോണെന്ന്. മോള് പോയി കാച്ചം വരാം. അതെ മുതലാളി, മാഷ് ഇവന്റെ അച്ഛനാണെങ്കിൽ അത് അവര് തമ്മിൽ തീർത്തോളും. മുതലാളിക്ക് ഇതിലെന്ത് കാര്യം? കലം വിടാൻ നോക്ക്. ടീച്ചറെ ഞാൻ വരാം. ഞാൻ തന്നെ കണ്ടോളാം. സൗകര്യപ്പെടുന്ന സമയത്ത് ഞാനും മുതലാളി ഒന്ന് കണ്ടോളാം. മുതലാളി ഫ്രീ ആണെന്നറിയാൻ എന്നെ വിളിച്ചാ മതി. ഓ അനന്തമോനെ, നീ എന്താ നോക്കി നിൽക്കുന്നേ? നിന്റെ വീട്ടിനകത്ത് കയറിപ്പോ. സർ, ഇത് ശരിയായ രീതിയല്ല. സർ പോണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇറങ്ങ് വെളിയിൽ. ഇറങ്ങാൻ ഇറങ്ങാൻ. എന്ത് മനുഷ്യനെ അഴിച്ചു വിട്ടിരിക്കാ ലോക്കപ്പ്. ഇറങ്ങ. ഈ മുറ്റത്ത് കാലുകുത്തി പോരുത്. ഗോപി, ഇപ്പോഴാ അവൻ ഇവിടെ തന്നെ നിൽക്കുക. ഞാനിവിടെ തനിച്ചല്ലേ. എന്താ ചെയ്യേണ്ടെന്നൊരു രൂപമില്ല. എന്താ മോനെ, ഇതുവരെ പോയില്ലേ? എനിക്ക് നിനക്കെന്തേലും ആവട്ടെ, പവിത്രമായിട്ട് നിന്റെ അച്ഛനായിരിക്കും. പക്ഷെ ആനി ടീച്ചർ നിന്റെ അമ്മയല്ലല്ലോ, ആണോ? അപ്പൊ അവര് മാത്രമേ വീട്ടിലുള്ളപ്പോ നീ ഇവിടെ ഇങ്ങനെ നിൽക്കണ ശരിയാണ്?
രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്താൽ ഇവൻ ഇവിടുന്ന് പറക്കും. ഒരച്ഛന് മക്കളുണ്ടാവുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മകൻ പുതിയൊരു തന്ത ഉണ്ടാക്കുന്നു പറഞ്ഞ ആദ്യമായിട്ട് കേൾക്കുക ഇല്ലേ മോനെ? 5 എണ്ണി തീരുന്നതിന് മുമ്പ് നീ ഇടുന്ന് പോയില്ലെങ്കിൽ നിന്റെ ആശുപത്രി ചെലവ് ഞങ്ങളുടെ തലയിലാവും. മനുഷ്യനെങ്ങനെ തീറ്റിരിക്കരുത് പവേട്ട. പറഞ്ഞ സമയത്ത് വന്നില്ല, ഫോൺ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചില്ല. സോറി. ഒരു സോറിയും വേണ്ട. മനുഷ്യന് മടുത്തു. ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തെല്ലാം അനുഭവിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലും കയറി. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? അതൊക്കെ വിശദമായിട്ട് പറയാം. പക്ഷേ മാഷിന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ ചെറുക്കനെന്തേ? മനസ്സിലായില്ല. മാഷിന്റെ കൂടെ ആ ചെറുക്കനെ കണ്ടതാരാ? ഞാനാ കണ്ടത്. സത്യമായിട്ടും കണ്ടതാ. എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ നടക്കുമ്പോ പുറകെ ആരെങ്കിലും വന്നാൽ അത് എന്റെ കൂടെ അർത്ഥമില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ കാര്യം? അത് വിട്ടുള്ള മാഷെ, കൂടെ വന്നെങ്കിൽ അവൻ ഇവിടം വരെ വരാത്ത എന്താ? ആര്? ഇത് മാഷിനോടുള്ള പക തീർക്കാൻ വേണ്ടി ആ മാത്തുക്കുട്ടി മുതലുള്ള ഒരു കളി, അത്രേ ഉള്ളൂ. അവനല്ലേ അത്? ഈ നിൽക്കുന്ന ആളാണോ നിന്റെ തന്ത? പറയടാ, എന്താണ് നിന്നെ നാവ് ഇറങ്ങിപ്പോയോ? മാനം മര്യാദയായിട്ട് ജീവിക്കുന്നവരെ കുടുംബ കലക്കാൻ ഇറങ്ങിയിരിക്കാ തേണ്ടി നിന്നെ. വേണ്ട ഗോപി, ഗോപി ഇപ്പൊ പറഞ്ഞതുപോലെ മാനമോ മര്യാദയോ ഉള്ള ഒരാളല്ല ഞാൻ. അനുക്ഷമിക്കണം. എന്റെ മകനാണിത്.
ആനി എന്താ തരിച്ച്? മാഷ എവിടെ? എന്താ ഇത്? എനിക്ക് തെറ്റുപറ്റി. എഴുന്നേക്ക്. എന്താ ആനി? ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയരുത്. അതെ, നമ്മുടെ സ്കൂളിൽ തന്നെ അയാൾ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചർച്ചയുടെ ആവശ്യം തന്നെ ഇവിടെ ഇല്ല. എത്രയും പെട്ടെന്ന് അയാൾ ഡിസ്മിസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് ചേർക്കേണ്ടി വരും. ഡിസ്മിസ് ചെയ്യാൻ ഇവിടെ വേറെ തടസ്സമൊന്നുമില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ പവിത്രൻ മാഷ് വളരെ നല്ല അധ്യാപകനാണ്. കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിച്ച് പഠിപ്പിക്കുന്നയാൾ. അദ്ദേഹത്തെ പുറത്താക്കിയാൽ നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ നഷ്ടം. അയാളെ കണ്ടല്ലേ കുട്ടികൾ പഠിക്കാൻ. സൽസ്വഭാവികളെ അധ്യാപകർ വേറെ ഉണ്ടല്ലോ. കുട്ടികൾക്ക് അവരെ കണ്ടുപിടിയൂടെ? ഇതൊക്കെ ഒരു നൊണ്ടി ന്യായം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സിനിമയിലെ സെക്സും വയലൻസും കണ്ടിട്ടാണ് ചെറുപ്പക്കാർ വഷളാവുന്നതെന്ന് എല്ലാവരും പറയും. ഗാന്ധി സിനിമ ഇറങ്ങി, ലക്ഷക്കണക്കിന് ആൾക്കാർ ഗാന്ധിജി കണ്ടു. എത്ര പേര് ഗാന്ധിജിയായി? എന്തിനാ മോശം കാര്യങ്ങൾ മാത്രം അനുകരിക്കുന്നത്? അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട. ആ പെണ്ണുപിടി തന്നെ ഇവിടെ വേണ്ട. അങ്ങനെയാണ് മാനേജർമാർ. ഞാൻ ആരെ പിടിച്ചു? മര്യാദ. ഏയ് ഇരിക്കെ. ഈ ചർച്ച ഇങ്ങനെ പോയിട്ട് യാതൊരു കാര്യമില്ല. പവിത്ര മാഷ പുറത്താക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യോജിക്കണ്ട. വകുപ്പ് ന്യായം പഠിച്ചിട്ട് തന്നെയാ ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. KER 14A റൂൾ 67. അത് പ്രകാരം സ്വഭാവ ദൂഷത്തിന്റെ പേരിൽ ഒരു അധ്യാപകനെ പുറത്താക്കാൻ മാനേജറുടെ വിവേചനാപരമായ അധികാരം ഉപയോഗിക്കും. സാറിന് ഒരേ ഒരു ഉദ്ദേശമുള്ളെന്ന് ആർക്കറിയാൻ പാടില്ല. പവിത്ര മാഷ പുറത്താക്കിയാ പകരം ഒരാളെ ചേർക്കാം. അങ്ങനെ 10-30 ലക്ഷം രൂപ ഉണ്ടാക്കാം. ഇനി ഈ ചർച്ചയ്ക്ക് ഞാനില്ല. ആ നാറിയെ പുറത്താക്കിയിട്ട് ഇനി ബാക്കി കാര്യം. മാഷേ, വാ വാ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാഷെ. ഇന്ന് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാനേജറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് മാഷെ പുറത്താക്കണമെന്നാ മാത്തുക്കുട്ടി സാർ പറയുന്നത്. പക്ഷെ HM അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും തീയും പുകയും കെട്ടടങ്ങുന്നവരെയെങ്കിലും മാഷ് സ്കൂളിലേക്ക് വരാതിരിക്കുന്ന നല്ലത്. ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ബുദ്ധിയും വിവരമുള്ള മാഷ് എങ്ങനെ കെണിപ്പെട്ടു? ബുദ്ധിയും വിവരമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയതല്ലേ? ഓക്കെ, പറ്റിയത് പറ്റി. ആ പയ്യൻ മകനാണെന്ന് ഇങ്ങനെ പരസ്യമായും സമ്മതിക്കേണ്ട കാര്യം എന്താ? ആന ടീച്ചറുടെ അവസ്ഥ ആലോചിച്ചതേ ഇല്ലല്ലോ. അവനെ എവിടെയെങ്കിലും രഹസ്യമായി താമസിപ്പിച്ചിട്ട് ചെലവിന് കൊടുത്താൽ പോരായിരുന്നു. ഒരു കള്ളനായി ജീവിക്കുന്നതിലും നല്ലത് ഇതാണെന്ന് തോന്നി. അപ്പൊ പിന്നെ നമുക്ക് പോകാം. കാണാം മാഷെ. എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ തന്നെ മാനേജറെ വിളിച്ച് പറഞ്ഞോളാം. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. കർത്താവെ, വ്യാജം പറയുന്ന അതിരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വഞ്ചന നിറഞ്ഞ നാവെ, നിനക്ക് എന്ത് ലഭിക്കും? ഇനിയും എന്ത് ശിക്ഷയാണ് നിനക്ക് നൽകുക?
പുറത്ത് മാഷ് വന്ന് നിൽപ്പുണ്ട്. അവിടെ നിൽക്കട്ടെ. ചേച്ചി അവിടെ ലോഹിത്തിനൊന്നും പോണ്ട. ഇല്ലേ, കോളിംഗ് ബെൽ അടിച്ചത് ആരാ നോക്കിയപ്പോഴാ കണ്ടത്, എന്നെ കണ്ടില്ല. എന്ത് വേണം? വഴിയെ പോകുന്നവർക്ക് വലിഞ്ഞു കയറി വരാൻ ഇത് സത്രമല്ല. ഒരു കാര്യം പറയാൻ 30 വർഷം പറഞ്ഞില്ലേ, അത് മതി. പറഞ്ഞു ഒടുവില്ലെന്റെ മനസ്സ് കയറി മുറിച്ചില്ലേ. ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നെന്ന് ഓർക്കുമ്പോ ലജ്ജിക്കാണ് ഞാനിപ്പോ. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നാണമല്ലേ നിങ്ങക്ക്? ആനയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജീവിക്കണ്ട, എവിടെയെങ്കിലും പോയി ചത്തോ. ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കാൻ ആലോചിച്ച എനിക്ക് എന്തുകൊണ്ട് എന്റെ സ്വന്തം മകനെ അംഗീകരിച്ചൂടാ? മകനോ മകളോ അല്ല എന്റെ പ്രശ്നം. 30 വർഷം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടാടുന്ന വിഗ്രഹം ഒരു നിമിഷം കൊണ്ട് ഉടച്ചു കളഞ്ഞില്ലേ നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ്. ചൂടി വരുമോ അനുരാഗ നീല നദി നീന്തി നീന്തി വരുമാടി മാസമുകിലേ ഇനി ചൂടുകെന്റെ ഹൃദയാഭിലാഷമൊരു മാരിവില്ലിനിതളായി സത്യത്തിൽ എനിക്കിത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. മാഷിൽ നിന്നൊരിക്കലും പ്രതീക്ഷിക്കാത്തത്. അകത്ത് വരൂ, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോവാം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല മാഷ ഞങ്ങള്. പിന്നീടൊരിക്കൽ വരാം. കഷ്ടം. നമ്മളൊക്കെ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുക? എത്ര വലിയ തെറ്റായാലും അതൊക്കെ മറക്കാനും പൊറുക്കാനും കഴിയുമ്പോഴല്ലേ നമ്മൾ നല്ല മനുഷ്യരാവുക എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവളെ ഒരു വിധത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓട്ടെ മാഷേ. This is the
മുറിയിൽ എന്നെ തനിച്ച് കഴിയാൻ അനുവദിക്കില്ലെങ്കിൽ ഞാൻ വീണ്ടും എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഞാൻ മടങ്ങി വന്നത് നിങ്ങളോട് ശൃംഗരിക്കാനല്ല, അശേഷം സ്നേഹം ഉണ്ടായിട്ടുമല്ല. എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് മാത്രം. എന്റെ കൺവെട്ടത്ത് പോലും വരരുത്. ഗുഡ് മോർണിംഗ്. അമ്മേ ചായ. പ്ലീസ് അമ്മേ ചായ കുടിക്കമ്മേ. ഞാൻ നിന്നോട് ചായ ചോദിച്ചോ? ഇല്ല. ഞാൻ നിന്റെ അമ്മയാണോ? നീ കാരണം എന്റെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു, എന്റെ ജീവിതം ഇല്ലാണ്ടായി. അമ്മ പറയുന്നത് ശരിയാണ്. ഞാൻ ഒരുത്തന്റെ അമ്മയല്ല. സോറി, എന്നെ വിളിക്കില്ല. ഒന്ന് മാത്രം ചോദിച്ചോട്ടെ, ഞാൻ ചെയ്ത തെറ്റെന്താ? കാലത്ത് എഴുന്നേറ്റിങ് പോന്നല്ലേ ജൈവ കൃഷിക്കാരൻ. എല്ലാ മുഖമൂടികൾ അഴിഞ്ഞു വീണില്ലേ? ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ? വഴക്ക് വീട്ടിൽ വെച്ച് ആയിക്കൂടെ? എനിക്ക് സൗകര്യമില്ല. ആ ചെക്കനോട് ഇന്ന് ഞാൻ ദേഷ്യപ്പെട്ടപ്പോ അവൻ എന്നോട് ചോദിച്ചു, അവൻ എന്ത് തെറ്റാ ചെയ്തത്? ശരിയല്ലേ? അവനെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടത് നിങ്ങൾ ഒരുത്തരല്ലേ? എനിക്ക് ഒറ്റ കാര്യം മാത്രമേ അറിയാനുള്ളൂ. ഇനിയും കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ മക്കള് നിങ്ങളെ തേടി വരും. അവിടത്തെ സ്ഥലം ഇല്ലാത്തോണ്ട് ഒരു ഹോസ്റ്റൽ കെട്ടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത്. വഞ്ചകൻ, കൊല്ലാത്തൊരു കൃഷി. അടുക്കളയിൽ മാറും. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാ ഒരുവിധം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഓ, അങ്ങനെയുള്ള ഔദാര്യമൊന്നും വേണ്ട. എങ്ങനെ വിശ്വസിച്ച് കഴിക്കും?
ആ ദുഷ്ടന്റെ മോനല്ലേ, വരെ വിഷം കഴിക്കി തന്നാലോ. 10 മിനിറ്റിനുള്ളിൽ അടുക്കളയിൽ നിന്ന് പൊക്കോണം. അമ്മ മരിക്കാൻ നേരത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ. എന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം മുടങ്ങി. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു. അല്ലാതെ അയാളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഈ സമയം വരെ ഞാൻ അയാളോട് മിണ്ടിയിട്ട് കൂടിയില്ല. എന്നോടുള്ള വെറുപ്പ് എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വഴക്ക് പറഞ്ഞു, തല്ലിക്കോ. പക്ഷേ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ പോലെ പ്ലീസ് അങ്ങനെ പറയരുത്. എഴുന്നേറ്റോളൂ. എല്ലാം അയാളോടുള്ള വെറുപ്പ് കൊണ്ടാ. എഴുന്നേറ്റ് പോയിക്കോളൂ. സ്വമേധയാ ഇങ്ങനൊരു തീരുമാനം എടുത്ത് വളരെ നന്നായി ടീച്ചർ. പ്രത്യേകിച്ച് പരീക്ഷ അടുത്ത് വരുന്ന സമയത്ത് ടീച്ചറുടെ സാന്നിധ്യം കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സർ. പറഞ്ഞ പ്രകാരം മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒപ്പിട്ടോ. ശരിയാണ്. എന്തായിരുന്നു മിണ്ടാത്തത്? മിണ്ടാനൊന്ന് കിട്ടാഞ്ഞിട്ടാണ് ടീച്ചർ. ടീച്ചർക്ക് സുഖാണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം അതും ചോദിക്കാൻ നിവൃത്തിയില്ല. ശരിയാണ്, എനിക്കും നിങ്ങളെ ഫേസ് ചെയ്യാൻ ജാള്യത ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോ അതിലൊന്നും വലിയ കാര്യമില്ലാന്ന് തോന്നി. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ടീച്ചർ ജോയിൻ ചെയ്യുന്ന കാര്യം എച്ച് പറഞ്ഞിരുന്നു. നമ്മൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത പല പാഠങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് പഠിച്ചു. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ പറ്റി ആലോചിച്ചപ്പോ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. ടീച്ചിങ് വലിയൊരു കടമയും ഉത്തരവാദിത്വമാണല്ലോ. തീർച്ചയായും. എന്നാലും ജീവനെ പോലെ സ്നേഹിച്ച ഒരാളിൽ നിന്ന് അടി കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചല്ല. ടീച്ചറെ കരയല്ലേ, കരയല്ലേ. ഏത് നേരം എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കണോ അല്ലേ? ഈ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ മുഴുവൻ എങ്ങനെ പഠിച്ചു? സാഹചര്യം അങ്ങനെയായിരുന്നു. ചായ ഉണ്ടാക്കട്ടെ? ചായ ഉണ്ടാക്കാൻ എനിക്കറിയാം. ഈ ജോലി നടക്കട്ടെ. നിന്റെ തന്ത എവിടെ? നാടുവിട്ട് പോയോ? കോഴിക്കോടോ മറ്റോ പോയതാണെന്ന് തോന്നുന്നു. ഞാൻ ശ്രദ്ധിക്കാനേ പോയില്ല. പുതിയ കാമുകിമാരെ തേടി പോയതായിരിക്കും.
അതെ, വിനയ കൂടുതൽ വേണ്ട. ഈ വെക്കാ തിന്ന ഇത് തന്നെയാണോ ജോലി? വേറെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല, പറഞ്ഞാ ചെയ്യാം. ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. നിന്റെ അമ്മയും ഇയാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ തുടങ്ങിയത്? അന്ന് ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. ഇയാളാണ് നിന്റെ അച്ഛൻ നിന്നോട് ആരാ പറഞ്ഞത്? അമ്മ തന്നെ. അപ്പൊ നീ ചോദിച്ചില്ലേ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവ് എങ്ങനെ എന്റെ അച്ഛനായെന്ന്? ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? എല്ലാം പറഞ്ഞു. അതെന്താ ചോദിക്കുന്നത്? പറയൂ. അതൊക്കെ കേട്ട അമ്മയ്ക്ക്, സോറി ചേച്ചിക്ക് അങ്ങേരോടുള്ള വെറുപ്പ് കൂടുകയുള്ളൂ. ഇനി എന്ത് കേട്ടാലും കേട്ടില്ലെങ്കിലും അയാളോട് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വെറുപ്പുണ്ടാവാനില്ല. അതുകൊണ്ട് പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞ പോരെ. അപ്പോ പറയാൻ പോലും മറക്കുന്ന കാര്യം നടന്നിട്ടുണ്ടെന്നർത്ഥം. വൃത്തികെട്ട മനുഷ്യൻ. തുണി അലക്കാനും ചപ്പാത്തി വരുത്താനാണോ ഇയാൾ ഇവിടെ കിടന്ന് തണ്ടുന്നത്? ചപ്പാത്തി വരത്തിലും തുണി അലക്കലും തെണ്ടല്ലോ അമ്മേ. സോറി ചേച്ചി. എഞ്ചിനീയറിംഗിനോ മറ്റോ പഠിക്കായിരുന്നല്ലേ പറഞ്ഞത്? ഇയാളുടെ പേര് വെട്ടിയോ? വെട്ടിക്കാണില്ല. ലീവ് ആപ്ലിക്കേഷനും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഞാൻ അയച്ചിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത എന്താ? ആഗ്രഹമുണ്ട്, പക്ഷേ ചുറ്റുമുള്ളവർ ഓരോരുത്തരായി യാത്ര പറഞ്ഞു പോകും. കാത്തിരുന്ന് സമയം കളഞ്ഞ നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താനാവില്ല. പണം വേണമെങ്കിൽ അയാളോട് ചോദിച്ചാ പോരെ? എന്തോ മനസ്സ് വരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സൂക്ഷിക്കണേ. ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണു. ആശുപത്രി കൊണ്ടുപോകുന്ന വഴി ബോധം വന്നപ്പോ മാസ്റ്റർ പറഞ്ഞു വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. ശരി ശരി.
എന്തു വെച്ചു പക്ഷേ വേദന സഹിക്കാൻ വയ്യ. പെട്ടെന്നൊരു വാഹനം വിളിക്ക്, ആശുപത്രി പോണം. ഒരു മിനിറ്റ്. വണ്ടി വരണ്ട. അത് സാരില്ല, വണ്ടി എടുക്കില്ല. അങ്ങേരെ എവിടെയും കാണാനില്ലല്ലോ. കണ്ടിട്ട് എന്തിനാ? അങ്ങേക്ക് എന്താ അസുഖം? അറിയില്ല. ചോദിച്ചില്ലേ? ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും ആവട്ടെ, ചാവാത്ത കുട്ടിയുടെ ജാതകം നോക്കുന്നെങ്കിൽ കാര്യമുണ്ടെന്ന് പറയാം. മാഷ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളാരും കണ്ടില്ലായിരുന്നു? കണ്ടില്ല. എനിക്ക് തോന്നി ആകെ അവശനായിരുന്നു. വണ്ടി വിളിച്ച് ഞാൻ ആശുപത്രി കൊണ്ടുപോയത്. എവിടെ? മഹാത്മേല. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ വരാം. ഒരു മിനിറ്റ്. ഹലോ, ഇത് ഗോപിയാണ്. എന്താ? എപ്പോ? നമ്മുടെ മാഷ് പോയി ടീച്ചർ. ഇറങ്ങിയോ? അമ്മ എത്തി. ആ
ഇപ്പൊ കണ്ട ഞാൻ അവസാനം വന്നു പോയിട്ട് 5 വർഷമായി പറയേയില്ല. വേണ്ട വേണ്ട, ആ അതേപോലെ ഉണ്ട്. ഒന്നും പറയണ്ട. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും നിനക്ക് വരാൻ തോന്നിയില്ലല്ലോ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ മേ? ഒന്ന് കാലുറച്ച് നിൽക്കാൻ പെടാപ്പാട് പെടല്ലേ. എന്നിട്ടിപ്പൊ കാലുറച്ചു. കുറേശ്ശെ. വാ, ബാക്കി നമുക്ക് വണ്ടി ഇരുന്ന് സംസാരിക്കാം. ആ ചന്ദ്രേട്ടാ സുഖല്ലേ? ആ തമ്മേ ഇതോടി ചന്ദ്രേട്ടാ, ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടേ. ചന്ദ്രേട്ടാ, എനിക്ക് അമ്മയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്ക്? അതൊക്കെ പറയാം, സമയമുണ്ടല്ലോ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് പിന്നെയും കാർ ഓടിക്കണോ? വിമാനം ഓടിച്ച ഞാനല്ലല്ലോ അമ്മേ. അമ്മേ, അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ കമ്പനി എന്നോട് കരുണ കാണിച്ചു. ഇന്ത്യൻ റീജിയണൽ ഹെഡായിട്ട് എനിക്ക് പ്രൊമോഷൻ തന്നു. അതായത് ഇനി മാസത്തിൽ 15 ദിവസം ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവുന്ന അർത്ഥം. നേരോ? ആ എത്ര പ്രാർത്ഥിച്ചതാ. അല്ലെങ്കിൽ ഇത്തവണ ഞാൻ തിരിച്ചു പോകാൻ സമ്മതിക്കില്ലായിരുന്നു. അത് കമ്പനി നേരത്തെ അറിഞ്ഞു കാണണം. ആ പിന്നെ അമ്മയോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. ഈ എന്നും ഫോൺ ചെയ്യുന്ന സമയത്ത് പറയുന്ന മറ്റേ കാര്യമുണ്ടല്ലോ, അതിനി അങ്ങ് ഒഴിവാക്കണം. ഒരുപാട് ജോലികളും പല പ്ലാനുകളുണ്ട്. ഇനി ഒരു 3 വർഷത്തേക്ക് കല്യാണം എന്നുള്ള കാര്യം പറയരുത്. 3 വർഷത്തേക്ക്? ആ അതെ, ഇനി ഈ കാര്യം ഇന്ത്യയിലുണ്ടല്ലോ, ഞാൻ ഈ കല്യാണ കാലപരിധി അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. ഇത് എവിടേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നേ? ഞാനില്ല അമ്മയുടെ കൂടെ. ഞാൻ നിനക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് എയർപോർട്ടിലേക്ക് വന്നേ. അത് തിരിച്ചു നിന്നിട്ടാലും കഴിക്കാം. അമ്മേ, ഈ ദിവസവും ഈ യാത്രയും അമ്മയ്ക്കും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഇറങ്ങി, എല്ലാം ഞാൻ പറയാം. എന്റെ നാട്ടില് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങി നമ്മോട് ഞാൻ പറഞ്ഞിരുന്നു. അതെ. അവിടെ ഞാൻ കുറച്ച് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോ? അധികമായിട്ടില്ല. എന്റെ കൂട്ടുകാരൊക്കെ ചേർന്നാ ചെയ്തേ. ആദ്യത്തെ വിളവെടുപ്പ് അമ്മ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. ഇതിനാണോ ഈ യാത്രയും ഇന്നത്തെ ദിവസവും മറക്കാനാവാത്തതായിരിക്കും പറഞ്ഞേ? നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അച്ഛന്റെ മരണദിനമല്ലേ ഇന്ന്. 12 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ നമ്മളെ വിട്ടുപോയ ആ ദിവസം. ജീവകൃഷിക്ക് വേണ്ടി അച്ഛൻ ജീവിച്ചു. ആ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ തോട്ടം ഉണ്ടാക്കി. വണ്ടി തിരികെ, എനിക്ക് പോണം. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. എനിക്കൊന്നും കേൾക്കണ്ട. എന്നേക്കാൾ കൂടുതൽ അയാളെ വെറുത്തവനല്ലേ നീ. ഇപ്പൊ എവിടെ നിന്ന് വന്നു ഈ പുതിയ സ്നേഹം? അനന്ത്, വണ്ടി തിരികെ. തിരിക്കാം അമ്മ. അമ്മയ്ക്കുള്ള എഴുത്തായത്. ഇത് വായിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു പോവാം. പ്രിയപ്പെട്ട ആനി, ഞാൻ പറഞ്ഞതനുസരിച്ച് കാലം കഴിഞ്ഞു കിട്ടുന്ന ഈ കത്ത് നീ മുഴുവൻ വായിക്കണം. സ്നേഹിച്ചിരുന്നപ്പോൾ പവിയേട്ട എന്ന് ആനി വിളിച്ചിരുന്ന പവിത്രന്റെ അവസാനത്തെ കത്ത്. ആനി, നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ജീവിതം പോകാറില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാനൊരു മാറാരോഗിയായത്. ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണു. ആശുപത്രി കൊണ്ടുപോകുന്ന വഴി ബോധം വന്നപ്പോ മാഷ് പറഞ്ഞു വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. എന്റെ മരണമല്ല, ആനി തനിച്ചായി പോകുമല്ലോ എന്ന ചിന്തയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. ആനി എന്നെ വെറുത്തിരുന്നെങ്കിൽ എന്ന് പലവട്ടം ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്.
എങ്കിൽ വേർപാടിന്റെ വേദന ആനിക്ക് താങ്ങാനാവും എന്ന് ഞാൻ വിചാരിച്ചു. ഇവൻ പവിത്ര മാഷിന്റെ മകനാണെന്നാ പറയുന്നത്. അനന്തു എന്റെ മകനല്ല, അവിചാരിതമായി വന്നുവിട്ട ഒരനാഥൻ. ആനിയല്ലാതെ മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ മരണശേഷം നിന്റെ സംരക്ഷണത്തിന് തികച്ചും അന്യനായ ഒരു ചെറുപ്പക്കാരനുണ്ടാവുന്നത് നീ അംഗീകരിക്കില്ലെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ നീ അനന്തുവിന്റെ പ്രിയപ്പെട്ട അമ്മയെ കഴിഞ്ഞിരിക്കും എന്നെനിക്കറിയാം. ഇനിയുള്ള കാലം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അതേ എനിക്ക് ആഗ്രഹമുള്ളത്. നിർത്തട്ടെ, ആനിയുടെ മാത്രം പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന ഒരു സൈക്കിളായിരുന്നല്ലോ ഞങ്ങളുടെ കല്യാണം. അയ്യോ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് വേഗം മേലോട്ട് പോണോ അല്ലേ? ആനയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജീവിക്കണ്ട, എവിടെയെങ്കിലും പോയി ചത്തോ. അങ്ങേർക്ക് എന്താ അസുഖം അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, ചാവാത്ത കുട്ടിയുടെ ജാതകം നോക്കുന്നെങ്കിൽ കാര്യമുണ്ടെന്ന് പറയാം. ഇനി തുടങ്ങിക്കോളൂ. ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വേദനിക്കാനേ നമ്മൾ ശീലിച്ചിട്ടുള്ളൂ. പക്ഷെ സന്തോഷിക്കാൻ ഒരുപാടില്ലേ? ഏതോ നിയോഗം പോലെ കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടിയതും എത്രയോ കാലം സ്നേഹിച്ച് ജീവിച്ചതും അതെല്ലാം ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ